ഞാൻ കഴിഞ്ഞ മാസം ബീഹാറിലുള്ള റെക്സോളിലേക്ക് കടന്നു പോയിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം സഹായിച്ച് അവിടെ 7 സഭകൾ ഉണ്ട്. അപ്പോൾ അതിൽ 6 പോകുവാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. ഞാനവിടെ ചെന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ കണ്ട് ദൈവം മനുഷ്യരുടെ ജീവിതങ്ങൾ വരുത്തിയിരിക്കുന്ന വലിയ രൂപാന്തരത്വവും കാര്യങ്ങളും കാണാനായിട്ട് ഇടയായി തീർന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ സുവിശേഷം കടന്നു ചെല്ലുന്ന ആ ദേശങ്ങളിലെല്ലാം അതിൻ്റേതായിരിക്കുന്ന വലിയ വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നേപ്പാളിലെ സഹോദരന്മാരിങ്ങനെ പറയാറുണ്ട്, അവരവിടെ ചെന്ന് സുവിശേഷം പങ്കുവെച്ചതിൻ്റെ ഫലമായിട്ട് അനേകർ വിശ്വാസത്തിലേക്ക് വന്നു. അതിനെ തുടർന്ന് ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് ഇങ്ങനെ കാണാനായിട്ട് കഴിയും. ഞാൻ ഈ റെക്സോളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പിള്ളേരൊക്കെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം വരും. വളരെ മോശമായിട്ടുള്ള, ഞാൻ ചില പടമൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചേക്കാണ്. ഈ വളരെ വളരെ അൺക്ലീനായിട്ടുള്ള സിറ്റുവേഷൻസിൽ പൊടിയിലും ഒക്കെ കിടന്ന് മറിഞ്ഞ് ആണ് അവിടെ പിള്ളേർ ജീവിക്കുന്നത്. കുടിലുകൾ പോലുള്ളതായിരിക്കുന്ന പിന്നെ താമസ സൗകര്യമാണ് അവർക്കുള്ളത്. പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഈ പനമ്പ് പോലെ ഇങ്ങനെ നെയ്തിട്ട്, ഈറ്റ കൊണ്ട് നെയ്തിട്ട് അതിൻ്റെ 2 വശവും മണ്ണ് പൂശിയിട്ടുള്ള കുടിലുകളാണ്. മുകളിൽ പുല്ലുകൊണ്ട് മേഞ്ഞിരിക്കുന്ന ഇതാണ്. പല സഭാ ഹോളുകളും ഇപ്പം ആദ്യം ഉള്ള രംഗത്ത് ആദ്യം തുടങ്ങുമ്പോൾ ഉള്ളത് ആ നിലകളിലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. എന്നാൽ അവിടെ ആളുകൾ കൂടിയിരുന്ന് കൈയടിച്ച് ആരാധിച്ച് കർത്താവിനെ സ്തുതിക്കുന്നതായിട്ടുള്ള മനോഹരമായ കാര്യം കാണാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ സുവിശേഷം കടന്നു ചെല്ലുന്നതായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അവിടെ ആളുകൾ, പിള്ളേർ പഠിക്കുന്നു, അവർക്ക് ക്ലെൻലിനെസ് ഉണ്ടാകുന്നു. ഒരു കൊച്ചനെ ഞാൻ കണ്ടു, നല്ല സിനിമ നടനെ പോലെ ഇരിക്കുന്ന ഒരു പയ്യൻസാണ്. അവനെക്കുറിച്ച് വൈസോരം പറഞ്ഞത്, അവൻ വരുമ്പോൾ അവൻ്റെ മേല് മുഴുവൻ കുളിയും പരിപാടി ഒന്നുമില്ലാതെ നടന്നിട്ട് വട്ടച്ചോറി പിടിച്ച് ചെരങ്ങ് ബാധിച്ച് ഇരുന്ന ഒരു പയ്യനായിരുന്നു എന്ന് പറഞ്ഞത് എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. ഈ സഹോദരൻ അവനെ തേച്ച് കഴുകി കുളിപ്പിച്ച് പഠിപ്പിച്ച് അവനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവൻ വളരെ മനോഹരമായിട്ട് ഹിന്ദിയിലും ഭോജ്പുരിയിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, സുവിശേഷത്തിൻ്റെ ആ ഒരു പ്രകാശനം മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നു, സമൂഹങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു, അത് രാജ്യങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് അല്പസമയം നിങ്ങളോട് ഒരുമിച്ച് ഞാനൊരു വിഷയത്തെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിലുള്ള ചില ചിന്തകൾ പങ്കുവെക്കാം എന്ന് വിചാരിക്കുന്നത് ദ നെസസിറ്റി ആൻഡ് അർജൻസി ഓഫ് ഗോസ്പൽ എന്നുള്ള വിഷയമാണ്. സുവിശേഷത്തിൻ്റെ ആവശ്യവും അതിൻ്റെ അർജൻസി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എന്ന് പറയാം. അപ്പം എന്ന് പറഞ്ഞാൽ സുവിശേഷം, എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, അത് ഏറ്റവും തിടുക്കത്തിൽ വേഗത്തിൽ അറിയിക്കുവാനുള്ള ഒരു ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് പങ്കുവെക്കണം എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ചില ചിന്തകൾ, ഈ സഭകളിൽ സുവിശേഷം കേൾക്കാനായിട്ട് പലപ്പോഴും സാവകാശമില്ല എന്നുള്ളതുകൊണ്ട്, ആളുകളെല്ലാം വിശ്വാസികളാണെന്നുള്ളൊരു സങ്കല്പം ഉള്ളതുകൊണ്ട് സുവിശേഷം പലപ്പോഴും സഭകളിൽ കേൾക്കുന്നില്ല എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നു. അതുകൊണ്ട് എന്താണ് സുവിശേഷം എന്നുള്ളതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയണം എന്ന് എൻ്റെ ഹൃദയത്തിലൊരു ചിന്തയുണ്ടായി. അതുകൊണ്ട് കമ്പിവാചകങ്ങളിൽ ഞാൻ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഒരുപക്ഷെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പുതിയ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. എങ്കിലും എന്താണ് സുവിശേഷം എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് 3 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്നുള്ള ചില സമയങ്ങൾ അതിനെ സംബന്ധിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളാണ്. അവിടെ
ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ആട്ടിടയരോട് പറയുന്നതായിട്ടുള്ള കാര്യമാണ്. അവിടെ പറഞ്ഞായിട്ടുള്ള കാര്യം എന്താണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒന്ന്, ഭയപ്പെടേണ്ട എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവർ ഭ്രമിച്ച് വശമായിപ്പോയി. അപ്പോൾ ദൂതൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. സുവിശേഷത്തെ സംബന്ധിച്ച് ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത് അത് മനുഷ്യരുടെ ഭയത്തെ നീക്കിക്കളയുന്നു എന്നുള്ളതാണ്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന അവിടെയുള്ള മനുഷ്യർ മുഴുവൻ ഭയപ്പെട്ട് ഭയങ്കരമായ അന്ധകാരത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ജനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കയ്യിൽ കെട്ട്, അവിടെ കെട്ട്, ഇവിടെ കെട്ട്, അരയിൽ കെട്ട്, കഴുത്തി കെട്ട് എന്ന് വേണ്ട എത്രയോ യന്ത്രങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം ചെലുത്തി നിരന്തരമായ ഭയത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ഒരു ജനതയായിട്ട് നമുക്ക് അവരെ കാണാനായിട്ട് കഴിയും. എന്നാൽ സുവിശേഷത്തിൻ്റെ വെളിച്ചം കടന്നു ചെല്ലുമ്പോൾ ഈ ആളുകൾ ഇതെല്ലാം വിട്ടിട്ട്, ഈ മന്ത്രതന്ത്രാദികളെയൊക്കെ വിട്ടിട്ട് ജീവിക്കുന്നവനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, ഭയപ്പെടേണ്ട എന്ന് ദൂതൻ അരുളി ചെയ്തൊരു കാര്യം. സുവിശേഷത്തെ സംബന്ധിച്ച് സുവിശേഷം കേൾക്കുമ്പോൾ, അറിയുമ്പോൾ അത് നമ്മെ സ്വതന്ത്രരാക്കുന്ന, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിടുവിക്കുന്നതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടാണ് അത് ഇരിക്കുന്നത്. ശരി, ഇവിടെ പറയുന്നത് ഗുഡ് ടൈഡിങ്സ് ഓഫ് ഗ്രേറ്റ് ജോയ്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷത്തിൻ്റെ വിഷയമാണ് സുവിശേഷം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും സുവിശേഷം അറിഞ്ഞവരായിരിക്കുന്ന നമ്മെ പരിശോധിച്ചാൽ നമുക്കിതിനെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ടോ എന്നുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ കർത്താവിൻ്റെ സുവിശേഷം നമ്മളുള്ള കേട്ടതും അറിഞ്ഞതും നമുക്ക് വലിയ ഒരു സന്തോഷ വിഷയമായിട്ട്, ഒരു ആവേശ വിഷയമായിട്ട് തീർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം. ഇവിടെ പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള വലിയ സന്തോഷത്തിൻ്റെ ഒരു വാർത്തയാണിത് എന്നാണ് സുവിശേഷത്തെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ നിങ്ങളോട് പറയാം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വലിയ സന്തോഷം നമുക്ക് തോന്നാതിരിക്കുന്നത്? സുവിശേഷത്തെക്കുറിച്ചൊരു വലിയ ആവേശമില്ലാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? അല്ലയോ, നല്ല ആവേശം നമുക്കുണ്ടോ? ഇതിപ്പോൾ ചോദ്യോത്തര പങ്ക്തിക്കുള്ള സമയമല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയാം. ഞാൻ വേറെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അതായത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സങ്കീർത്തനം 4-ാം അധ്യായത്തിൻ്റെ അകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അതിൻ്റെ 7-8 വാക്യങ്ങളിൽ പറയുന്നത്, വീഞ്ഞും ധാന്യവും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അല്ലേ? വീഞ്ഞും ധാന്യവും അവരുടെ സമ്പത്തിൻ്റെ പ്രതീകങ്ങളാണത്. അത് ഏറ്റവും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിനേക്കാളും വലിയ സന്തോഷം ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഒരു വലിയ സന്തോഷം രക്ഷിക്കപ്പെട്ടതിനെ സംബന്ധിച്ചും വിശ്വാസിയായി തീർന്നതിനെ സംബന്ധിച്ചും സുവിശേഷത്തെ സംബന്ധിച്ചും ഉണ്ടോ എന്നുള്ള കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥമായി സുവിശേഷത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യന് ക്യാൻസർ ബാധിതനാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകമായ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഏത് ക്യാൻസറും മാറ്റും എന്ന് പറഞ്ഞ ഒരു ന്യൂസ്. ആർക്കാണ് സന്തോഷം നൽകുന്നത്? ആർക്കാണ്? ക്യാൻസർ രോഗികൾക്കാണ്. അല്ലാത്തവൻ അതിനെക്കുറിച്ച് വലിയ ആളാണ്. അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിച്ചോ, വളരെ പാസീവായിട്ട് കേട്ടു, അത് വിട്ടു. അതേസമയം ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്കറിയാം. ഞാൻ അതിലൂടെ കടന്നു പോയപ്പോൾ എനിക്കറിയാം. ആദ്യം പറഞ്ഞു
പെർത്തുസുമാബ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, ഹെർസെപ്റ്റിൻ, അത് കഴിച്ചാൽ മതി. ഞാനിവിടെ ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഓരോ സ്ത്രീകൾ അതിൻ്റെ ഒരു ഡോസ്, എൻ്റെ ഭാര്യ 30 എണ്ണം കഴിഞ്ഞിട്ട് പിന്നീട് വന്നേക്കാണ്. അന്നേരം ഒരെണ്ണമെങ്കിലും സംഗതി എടുക്കാൻ പറ്റിയാൽ വലിയ കാര്യമായി എന്ന് കരുതി വലിയ പ്രത്യാശയോടും താല്പര്യത്തോടും കൂടെ പിന്നെ ഇത് വിറ്റ് കെട്ടുതാലി വരെ വിറ്റ് ആൾക്കാർ വന്നേക്കുന്നു. അപ്പം എനിക്ക് അത്ഭുതം തോന്നി. അവരുടെ ജീവിതത്തിൽ അത് എത്രമാത്രം പ്രത്യാശ നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു വലിയ വാർത്തയായിട്ടാണ് അത് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സുവിശേഷം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് ദൈവവചനം പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് സന്തോഷം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യുന്നില്ല, അത് അനുഭവേദ്യമാകുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ എത്രമാത്രം ആഴമായ പാപത്തിൻ്റെ തലത്തിലാണ് ആയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യഥാതഥമായ ഒരു കാഴ്ചപ്പാട് നമുക്കില്ലെന്നുള്ളതാണ് വിഷയം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റോമാലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും പാപം എത്രമാത്രം പെർവേസീവാണ്. അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അത് ബാധിക്കുന്നതാണ്. നമ്മളവിടെ വായിച്ച നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കണ്ണിൽ ദൈവഭയമില്ല, അവരുടെ നാവ് കൊണ്ട് അവർ വഞ്ചന, കപടം പറയുന്നു, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, രക്തം ചൊരിയുവാൻ അവർ ബന്ധപ്പെടുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ നാവ്, കയ്യ്, കാല്, തൊണ്ട്, അധരങ്ങൾ എന്ന് വേണ്ട സമസ്ത ജീവിതത്തിൻ്റെ മേഖലകളെയും പെർവേർട്ട് ചെയ്യുന്ന, ആകെ വികൃതമാക്കുന്നതായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പാപം ഇരിക്കുന്നത്. ആ പാപത്തിൻ്റെ ഭയങ്കരത്വം യഥാർത്ഥമായി തിരിച്ചറിയുന്ന ഒരു മനുഷ്യന് മാത്രമാണ് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, പാപത്തിൻ്റെ ഈ കരാളക ഹസ്തത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്നുള്ള ആവലോടിരിക്കുന്ന മനുഷ്യനാണ് സുവിശേഷത്തിൻ്റെ സദ്വർത്തമാനം സന്തോഷകരമായിട്ട് അനുഭവേദ്യമായി തീരുന്നത്. പലപ്പോഴും ജീവിതത്തിൽ പാപത്തിൻ്റെ വൈകൃതത്തെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു തിരിച്ചറിവ് മനുഷ്യർക്കില്ലാതെ പോകുന്നതിനാൽ സുവിശേഷം അത്രമാത്രം സന്തോഷകരമായ ഒരു വാർത്തയായി ആളുകൾക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ യെശയ്യാവ് കർത്താവിൻ്റെ മഹത്വത്തെ കണ്ട ഒരു ദർശനം പറയുന്നുണ്ട്. കർത്താവിൻ്റെ മഹത്വം താൻ കാണുമ്പോൾ തൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ നശിച്ചു പോയി എന്നാണ്. ഓ അൺടു മീ, ഞാൻ പാപമുള്ള അധരമുള്ള ഒരു മനുഷ്യൻ, പാപമുള്ള അധരമുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ പാർക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ എന്നാണ് താൻ വിലപിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ മുറുകെ പറ്റുന്ന രൂഢമൂലമായിരിക്കുന്ന പാപത്തിൻ്റെ ആ പിടിയെ സംബന്ധിച്ച്, അതിൻ്റെ പ്രശ്നത്തെ സംബന്ധിച്ച് എത്രമാത്രം നാം തിരിച്ചറിയുന്നു, അത്രമാത്രം സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്നതും ആസ്വാദ്യകരവുമായി തീരും എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ മാത്രമാണ് നമ്മിലുള്ള അശുദ്ധിയെക്കുറിച്ച് നമുക്ക് ഉണരുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും കർത്താവിൻ്റെ സന്മുഖത്തു നിന്ന് നമ്മുടെ പാപത്തിനുള്ള പരിഹാരം പ്രാപിച്ചുകൊണ്ട് അവൻ്റെ സന്മുഖത്തു നിന്ന് ആശ്വാസം പ്രാപിക്കുവാനും നമുക്ക് കഴിയുന്നത്. അതിൻ്റെ ഒരു നീഡിനെ കുറിച്ച് നമ്മൾക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്ന അപ്പോഴാണ്. അപ്പോൾ ഇവിടെ ദൂതൻ പറയുന്നത് ഗുഡ് ടൈഡിങ്സ് ഓഫ് ഗ്രേറ്റ് ജോയ്, സർവ്വജനത്തിനുണ്ടാകാനുള്ള വലിയ സന്തോഷം. മറ്റൊരു കാര്യം അവിടെ പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണിത് എന്നുള്ള പരമാർത്ഥമാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ആ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ലോകത്തുള്ള സകല മനുഷ്യരും പാപികളാണ് എന്നുള്ള സത്യമാണ്. ഇവിടെ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ഒരുപോലെ ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. ദർ ഇസ് നോ ഡിഫറൻസ് വാട്ട് സോ എവർ. ചെറിയവനും വലിയവനുമെന്നില്ല, പണ്ഡിതനും പാപനെന്നുമില്ല, മര്യാദക്കാരനെന്നോ മോശപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസവുമില്ല. അത് എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു എന്നുള്ളതായിരിക്കുന്ന സത്യം നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയും. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ മരണം സകല മനുഷ്യരിലേക്കും പരന്നിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്.
അപ്പോൾ മനുഷ്യർക്ക് ലോകത്തിൽ ദൈവസന്നിധിയിലല്ലാതെ പ്രത്യാശിക്കുവാൻ വകയില്ലാതെ കൊണ്ടും അവരെല്ലാവരും പാപത്തിന് കീഴ് ആയിപ്പോയി എന്നുള്ളതായിരിക്കുന്ന സത്യം നമുക്ക് കാണാനായിട്ട് കഴിയും. റോമാലേഖനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, ഈ പാപത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് മനുഷ്യൻ്റെ യാതൊരു പ്രവൃത്തികൾക്കും കഴിയുകയില്ല. റോമാലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ആർക്കും തങ്ങളുടെ സ്വപ്രയത്നം കൊണ്ട് പാപത്തിൻ്റെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. എല്ലാവരും പാപികളാണ് എന്നുള്ളതായിരിക്കുന്ന സത്യം. മാത്രമല്ല, പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാതെ റോമാലേഖനത്തിലൂടെ, അതുപോലെ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ഉം 18-ഉം വാക്യങ്ങളിലൂടെയൊക്കെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള സത്യമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് റോമർ 6:23 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ളതായിരിക്കുന്ന ദൈവകൽപ്പന മനുഷ്യരുടെ ജീവിതങ്ങളിൽ ഒരു വലിയ കരവാളം പോലെ, ഡൊമക്ലിസ് സോഡ് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അവന് ഒരു പ്രത്യാശയ്ക്കും വകയില്ല. ആളുകളെല്ലാം എത്രമാത്രം കഷ്ടപ്പാടിലൂടെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ വലിയ തീർത്ഥയാത്രകൾ നടത്തുന്നു, വലിയ കുരിശൊക്കെ ചുമലിലേറ്റിക്കൊണ്ട് ഇങ്ങനെ പോകുന്നു, നമ്മുടെ ഒക്കെ വഴിക്കോടൊക്കെ പോകുന്നു കാണാനായിട്ട് കഴിയും. എങ്ങനെയെല്ലാം പ്രവർത്തിച്ചാൽ മനുഷ്യൻ രക്ഷപ്രാപിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ ചിന്തയോടെ മനുഷ്യർ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, സൗജന്യമായി ദൈവത്തിൻ്റെ കൃപാധനത്തിന് പ്രകാരം കൃപ മൂലം ദാനമായി സൗജന്യമായി മനുഷ്യർക്ക് രക്ഷപ്രാപിക്കുവാൻ കഴിയും എന്നുള്ളതായിരിക്കുന്ന സത്യം സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അനേകർക്ക് അറിഞ്ഞുകൂടാ, അവരെ അത് പഠിപ്പിക്കുന്നില്ല, നമ്മൾ പറയുന്നുമില്ല. ഈ സത്യം അറിഞ്ഞ് അനുഭവിച്ച നമ്മൾ ഈ മനുഷ്യരിങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ നമ്മളെ അത് ബാധിക്കാതെ പോകുന്നു എന്നുള്ളത് എത്രയോ ഭയങ്കരമായൊരു കാര്യമാണ്. ഒന്നുകിൽ നമ്മൾ ഇതിന് വേണ്ടും വണ്ണം ഗ്രഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്നില്ല. മനുഷ്യരുടെ പ്രശ്നം കണ്ടാൽ നമ്മൾ ബാധിക്കപ്പെടുന്നില്ലേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരെ ചിന്നിയവരും ചിതറിയവരുമായി കണ്ട് ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ട് മനസ്സലിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് നമ്മെ രക്ഷിക്കുന്ന രക്ഷകനായി ഈ ലോകത്തേക്ക് അവതരിച്ചതിനെ കുറിച്ചാണ് ഇവിടെ ദൂതൻ അറിയിക്കുന്നത്. ഇവിടെ അടുത്ത ഇത് പറയുന്ന ആ വർത്തമാനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വാക്ക്, എ സേവിയർ ഈസ് ബോൺ ടു യു. ഒരു രക്ഷകൻ നിങ്ങൾക്കായി ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്ന് ഉള്ളതുകൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണമെന്നാണ്. യേശു, യഹോവ യേശുവ, ലോർഡ് സേവ്സ്. കർത്താവാണ് രക്ഷകൻ എന്നുള്ള കാര്യമാണ് അതിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു രക്ഷകനെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഇതിലൂടെ വെളിപ്പെടുത്തുകയാണ്. അവൻ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് കൽവറി ക്രൂശിൽ നമുക്ക് പകരക്കാരനായി മരിച്ചു, അതിലൂടെ നമ്മെ വീണ്ടെടുത്തു എന്നുള്ള സത്യമാണ് ദൈവവചനത്തിൻ്റെ താളുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് നമ്മൾ വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി എന്നുള്ള സത്യമാണ്.
എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളിൽ പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യർക്കൊരു ന്യായവിധിയുണ്ട് എന്നുള്ള സത്യമാണ്. അവിടെ നമ്മൾ കാണുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുണ്ട്. ഈ ലോക ജീവിതത്തിന് അപ്പുറം ഒരു നിത്യതയുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും പ്രവർത്തനങ്ങളെല്ലാം മുടക്കിക്കിടക്കുന്നത് താൽക്കാലികവും നശ്വരമായി ഈ ലോക ജീവിതത്തെ ലാക്കാക്കിക്കൊണ്ട് മാത്രമാണ് എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. ഒരു നിത്യത യഥാർത്ഥത്തിൽ നമ്മുടെ മനോമുഖരങ്ങളിൽ തെളിഞ്ഞു നിൽക്കുവാനായിട്ട് ആവശ്യമുണ്ട് എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു നിത്യതയുടെ കാഴ്ചപ്പാടിലാണ് നമ്മളുടെ ജീവിതങ്ങളെ നാം കഴിക്കേണ്ടത്. ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായിട്ട് വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ തന്നെ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്നുള്ള സത്യമാണ് പറയുന്നത്. ഈ ഒരു കാഴ്ചപ്പാടിലാണോ? കൊളോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങളിൽ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഇരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, ഭൂമിയിലുള്ളതല്ല മേലെ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്നാണ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ നിത്യത എത്രമാത്രം യാഥാർത്ഥ്യമായി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. പത്രോസ് പറയുമ്പോൾ പറയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, ഓരോരുത്തൻ താൻ തൻ്റെ വഴിക്ക് തിരിച്ചിരുന്നു. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം ദൈവം അവൻ്റെ മേൽ ചുമത്തി എന്ന് പറഞ്ഞുകൊണ്ട് താൻ യെശയ്യാ പ്രവചനത്തെ അധികരിച്ച് പറയുമ്പോൾ, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നാണ് അവിടെയുള്ള വിശ്വാസികളെ താൻ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള സത്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് കൽവറി ക്രൂശിന്മേൽ മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ ഹൃദയപൂർവ്വം നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളത് പലപ്പോഴും കർത്താവായിട്ട് സ്വീകരിക്കണം രക്ഷിക്കപ്പെടുന്നതിന് എന്നുള്ളത് പിന്നെ അങ്ങനെ ഊന്നൽ കൊടുത്ത് പറഞ്ഞ് കാണുന്നില്ല. വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആൾക്കാർ ചുമ്മാ ഒരു വിശ്വാസവും വിശ്വസിച്ചിട്ട് അവൻ്റെ വഴിക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർമുല പോലെ പറഞ്ഞേക്കുന്നതാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം 10-ാം വാക്യം പറയുന്നത്, നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കാതെ കർത്താവിന് നമ്മുടെ ജീവിതങ്ങളിൽ യഥാർത്ഥമായി അവനാണ് നിയന്ത്രിതാവ് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചു കൊടുക്കാതെ യേശു ചെയ്ത ചില നല്ല കാര്യങ്ങളെ അംഗീകരിക്കുന്നത് കൊണ്ടോ യേശുവിനെ കുറിച്ച് നല്ലത് പറയുന്നത് കൊണ്ടോ ഒരു പ്രാർത്ഥന വെറുതെ യാന്ത്രികമായി ഏറ്റുചൊല്ലുന്നത് കൊണ്ടോ മനുഷ്യർ രക്ഷിക്കപ്പെടും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്, ഇറ്റ്സ് എ ട്രാൻസാക്ഷൻ. അത് മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടക്കുന്നതായിട്ടുള്ള പരിപാടിയാണ്. നാം ദൈവഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ മക്കളായി വീണ്ടും ജനിക്കുന്നതായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുക. ഈ അധികാരം നമ്മൾ വിനിയോഗിക്കുന്നുണ്ടോ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. യു ഹാവ് ടു റിസീവ് ഹിം ഇൻ യുവർ വെരി പേഴ്സണൽ ലൈഫ്. സോ ഇറ്റ്സ് എ കണ്ടിന്യൂവൽ ജേർണി, റൈറ്റ്? അപ്പോൾ ഈ സുവിശേഷം അതിനെ സംബന്ധിച്ച് പൗലോസ് പറയുമ്പോൾ
കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന് 3-ാം വാക്യം പറയുമ്പോൾ പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ഞാൻ ഇങ്ങനെ ഇന്ന വിധത്തിൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ അവിടെ പറയുന്നത്, കർത്താവ് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാളിൽ തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്നിങ്ങനെ ഞാൻ പ്രാപിച്ചു തന്നെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തിമോത്തിയോസിൻ്റെ 2 തിമോത്തിയോസ് 2:8 പറയുമ്പോൾ പറയുന്നത്, നമ്മുടെ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോൾ ഗോസ്പൽ എന്ന് പറയുന്നത് ക്രൈസ്റ്റാണ്. കർത്താവ് ആരാണ്, താൻ എന്ത് ചെയ്തു, താൻ എന്തിനായിട്ട് അത് ചെയ്തു എന്നുള്ളതാണ് ഗോസ്പൽ. കർത്താവ് ദൈവമായിരിക്കുന്നവൻ ഈ ലോകത്തിൽ മനുഷ്യനായി വന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ടു. 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് താൻ ദൈവപുത്രനാണെന്ന് തെളിയിച്ച് കൊണ്ട് മരണത്തിന്മേൽ ജയാളിയായി മരണപാശങ്ങളെ നീക്കി അവൻ മരണഭീതിയിലായിരുന്നവരെ എല്ലാം വിടുവിക്കുവാൻ ശക്തനായവനായി തെളിയിക്കപ്പെട്ടു എന്നുള്ള സത്യമാണ്. ഈ സത്യം ഞാൻ അംഗീകരിച്ച് അതിലാശ്രയിക്കുമ്പോൾ ദൈവം എന്നെ പുത്രൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തേണ്ടതിനായിട്ടാണ് അവൻ അങ്ങനെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തും. അതിൻ്റെ ഒരു പ്രത്യക്ഷ ലക്ഷണമായി നമ്മൾ സ്നാനപ്പെടുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനായിട്ടാണ് നാം അവൻ്റെ മരണത്തിൻ്റെയും അടക്കത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സാദൃശ്യങ്ങളോട് ഏകീഭവിക്കുന്നതെന്നാണ്. അതിങ്ങനെ മുങ്ങിപ്പൊങ്ങി വന്നു എന്നുള്ളത് മാത്രമല്ല, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ 5-ാം അധ്യായത്തിന് 17-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായിരിക്കുന്നു. ബിഹോൾഡ് ഇറ്റ് ഈസ് ഓൾ ന്യൂ. അപ്പോൾ ഒരു രക്ഷിക്കപ്പെടുന്ന വ്യക്തി, കർത്താവായ യേശുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന വ്യക്തി പഴയ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ മുന്നോട്ട് പോകുന്നതിനായിട്ടല്ല അവൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത്, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനായിട്ടാണ്. സുവിശേഷം ഈ ഒരു ക്രിയ നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അവൻ്റെ മഹത്വമുള്ള സാക്ഷ്യം വഹിക്കുന്ന ആളുകളായി തീരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ലോകത്തിൽ നമ്മിൽ ഒരു വ്യത്യാസം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു അപ്പോഴാണ്. സുവിശേഷം നമ്മിൽ ക്രിയ ചെയ്യുവാനായിട്ട് തുടങ്ങുന്നത് അപ്പോഴാണ്. നമ്മൾ പഴയ ജീവിതത്തിൻ്റെ പഴയ കാഴ്ചപ്പാടുകളിൽ തന്നെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ എന്താണ് ഒരു വ്യത്യാസം എന്ന് ചിന്തിക്കുവാൻ ആവശ്യമുണ്ട്. അപ്പോൾ സുവിശേഷം ഇതാണ്. സുവിശേഷത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ ചില കാര്യം പറഞ്ഞു. ഒന്ന്, എന്താണ് പറഞ്ഞത്? മനുഷ്യരെല്ലാവരും പാപികളാണ്. ഓൾ ആർ അഫക്റ്റഡ്, ദ ഹാർട്ട്സ് ഓഫ് ഓൾ മെൻ ആർ അഫക്റ്റഡ് ബൈ സിൻ. അപ്പോൾ രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. കർത്താവ് പറഞ്ഞു അല്ലേ, ഞാൻ നീതിമാന്മാരെ അന്വേഷിച്ചല്ല, പാപികളെ അന്വേഷിച്ചാണ് വന്നേക്കുന്നത്. ഡോക്ടർമാരായിരിക്കുന്ന പലരുണ്ട് നമ്മുടെ നടുവിൽ. അവരോട് ചോദിച്ചറിയാം, സൂക്കേടില്ലാത്ത ആരും അവരുടെ അടുത്ത് ചെല്ലുന്നില്ല. സൂക്കേടുള്ള ആളുകൾ ചെന്നിട്ടും ചിലപ്പോൾ പ്രയോജനം കിട്ടുന്നില്ല എന്നുള്ളത് വേറൊരു വശമാണെങ്കിലും സൂക്കേടില്ലാത്ത ആരും ഡോക്ടറെ അന്വേഷിച്ച് പോകുന്നില്ല. അപ്പോൾ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അവൻ ഡോക്ടറെ അന്വേഷിച്ച് പോകും. അപ്പം എത്രമാത്രം പാപത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മായിരിക്കുന്നുവോ അത്രമാത്രം നമ്മൾ അതിനുള്ള പരിഹാരത്തെ തേടും. പലപ്പോഴും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം തികഞ്ഞ പാസ്പോർട്ട് കിട്ടിയെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ ഇനിയും കുഴപ്പമൊന്നുമില്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ്, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നമ്മുടെ ഓട്ടം ഓടുമ്പോൾ മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുവാനായിട്ട് എബ്രായ ലേഖന കർത്താവ് നമ്മെ ഉത്സാഹിപ്പിക്കുന്നു. കാരണം നമ്മൾ പറിച്ചെറിഞ്ഞാലും വിട്ടുപോകാതെ നമ്മുടെ ജീവിതത്തോട് മുറുകെ പറ്റുന്നതായിട്ടുള്ള പാപത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ, ക്രിസ്തുയേശുവിലുള്ള നിത്യജീവൻ്റെ
ആ വലിയ സാധ്യതകളെ നമ്മൾ സ്വാംശീകരിച്ച് ജീവിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അവനിൽ വസിച്ചുകൊണ്ട് കർത്താവിനോടുള്ള അനുസരണത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ആവശ്യമുണ്ട്. പൗലോസ് പറയുന്നത് ഞങ്ങൾ യാതൊരു ബോധമില്ലാതെ വണ്ണമല്ല യുദ്ധം ചെയ്യുന്നതെന്നുള്ളതാണ്. ദൈവത്തിന് വിരോധമായി ഉയരുന്ന സകല ഉയർച്ചകളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ ഞങ്ങൾ പിടിച്ചടക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുക. ഈ ലോകത്തിൻ്റെ വഴികളെ വിട്ട്. അപ്പോൾ ദൈവവചനത്തിൽ എത്രമാത്രം പ്രബോധനങ്ങളാണുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ. പൗലോസ് തന്നെ പറയുന്നത്, എൻ്റെ ജീവാവസാന കാലത്ത് പറയുന്നത്, ഞാൻ എന്തെങ്കിലും നേടിയെന്നോ തികഞ്ഞു എന്നോ അല്ല വിചാരിക്കുന്നത്. എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഒന്ന് ചെയ്യുന്നു. പിന്നിലുള്ളത് മറന്നു മുന്നിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിലുള്ള പരമവിളിയുടെ ലാക്കിലേക്കായിട്ട് ഐ എം ഹാർഡ് പ്രസിംഗ്. ഈ ജീവിത സമരം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ തുടരുവാനുള്ള വലിയ സാധ്യതയാണ്. അതിലൂടെയാണ് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് മാറിക്കൊണ്ട് അവൻ്റെ അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവ തലത്തിലേക്ക് നമുക്ക് മാറുവാനായിട്ട് കഴിയുന്നത്. സോ ദ ഗോസ്പൽ ഷുഡ് ഡു ഇറ്റ്സ് വർക്ക് കണ്ടിന്യൂവലി ഇൻ അവർ ലൈഫ് ത്രൂ ഔട്ട്. അതിനാവശ്യമായിരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതങ്ങളിൽ മുറുകെ പറ്റുന്ന പാപത്തിൻ്റെ പ്രശ്നമാണ്. അത് ദൈവത്തിൻ്റെ വിശുദ്ധിയോട് നമ്മൾ എത്രമാത്രം അടുത്ത് ചെല്ലുന്നോ അത്രമാത്രം തമ്മിലുള്ള അശുദ്ധിയെക്കുറിച്ച് നമ്മൾ ഉണരുവാനായിട്ടിടയായിത്തീരും. അവിടെ ദൈവമേ എന്നോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് രൂപാന്തരം പ്രാപിച്ച് കർത്താവിൻ്റെ രൂപത്തോട് അനുരൂപപ്പെടുക. ദൈവം നമ്മിൽ ദാനമായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ട് അവൻ്റെ അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവ തലത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സുവിശേഷം ലോകത്തിന് എത്രമാത്രം വളരെ ആവശ്യമുള്ളതാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് ഈ സുവിശേഷത്തിൻ്റെ നിസ്തുല്യത എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ലോകത്ത് അനേക മതങ്ങളുണ്ട്, അനേക ഇസങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലൊരു വ്യക്തി, അവനൊരുക്കിയിരിക്കുന്ന രക്ഷയെപ്പോലൊരു മാർഗം വേറെ ഇല്ല എന്നുള്ളത് നമ്മൾ യഥാർത്ഥമായി അറിഞ്ഞുകൊള്ളേണ്ട ആവശ്യമുണ്ട്. ആരാണ് യേശു ക്രിസ്തു? അവൻ്റെ നിസ്തുല്യത എന്താണ്? ഇതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ കാണുന്നത് അവൻ ആരാണ്? ഹി ഈസ് ദ ഗോഡ് ഇൻകാർണേറ്റ്. 1 തിമോത്തി 3:16 നമ്മളത് വായിക്കുന്നുണ്ട്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഇൻകാർണേറ്റ്, ഇൻകാർണോസ് എന്നാണ്. അപ്പം ജഡത്തിൽ വെളിപ്പെടുന്നു. വചനമായിരുന്നവൻ ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ്റെ തേജസ് നിങ്ങൾ പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ 1:14. സോ ഈ കർത്താവ് ജഡം ധരിച്ചു വന്ന വചനമായ ദൈവമാണ്. സർവശക്തനും സാരാംശ സമ്പൂർണനും തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയും എന്നാണ് എബ്രായ ലേഖനകർത്താവിനെ കുറിച്ച് പറയുന്നത്. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. കൊളോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ പറയുന്നത്, അവൻ സകലത്തിനും ലാക്കും കാരണഭൂതനും ഉടയവനുമാകുന്നു, എല്ലാം അവനിൽ നിന്നും അവങ്കിലേക്കുമാകുന്നു എന്നാണ് പറയുന്നത്. ഇത്ര വലിയവനായിരിക്കുന്ന സകലത്തിൻ്റെയും ആധാരവും അടിസ്ഥാനവുമായിരിക്കുന്ന ദൈവം തമ്പുരാൻ ഈ ലോകത്തേക്ക് ഒരു മനുഷ്യനായി, ഏതുമില്ലാത്തവനായി, ബലഹീനാവസ്ഥയെ ധരിച്ചുകൊണ്ട് മനുഷ്യരാൽ ശുശ്രൂഷ ഏൽക്കുവാൻ, വിശപ്പും ദാഹവുമുള്ളവനായി, ഏതുമില്ലാത്തവനായി ബലഹീനാവസ്ഥയെ ധരിച്ചു വന്നു. അതിനെക്കുറിച്ച് ഫിലിപ്പിയൻസിൽ കെനോസിസ് എന്നാണ് പറയുന്നത്. അവൻ തന്നെത്താൻ ഒഴിച്ചു. താൻ ഇവിടെ ദേഹരൂപമായി, ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നവനായി വചനമായ ദൈവം ഇവിടെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ആട്രിബ്യൂട്ട്സും തന്നിൽ ഉണ്ടായിരിക്കെ അതൊന്നും ആ നിലയിൽ വെളിപ്പെടുത്താതെ വണ്ണം അവൻ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി എന്ന് നമ്മൾ വായിക്കുകയാണ്. And this is the same Calvary road. This is the same incarnational identification that we also have to follow. സുവിശേഷം അറിയിക്കുവാൻ നമ്മൾ പോകുന്നതായിട്ടുള്ള മനുഷ്യരുടെ ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരിലേക്ക് ഈ നിലയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ഇൻകാർണേഷൻ,
So the mission is incarnational. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയക്കുമ്പോൾ അവനെ നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് അയച്ചത്. സുവിശേഷം ഫലകരമായി തീരണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഇൻകാർണേഷണൽ. നാം ചെല്ലുന്നതായിട്ടുള്ള മനുഷ്യരോട് താതാത്മ്യപ്പെടുവാൻ അവരുടെ സങ്കടങ്ങൾ നമ്മെ ബാധിക്കുന്നില്ലെങ്കിൽ it's of no use. ഞാൻ അവിടെ ചില ഗ്രാമങ്ങളിലൊക്കെ ചെന്നപ്പോൾ അവർ തരുന്ന ആഹാരം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നാവുന്ന വിധത്തിലാണ്. പക്ഷെ ഇന്നിപ്പോൾ എത്രയോ വ്യത്യാസപ്പെട്ടു. ബൈസോരം പറഞ്ഞു, എൻ്റെ സഹോദര ഒരുപാട് വ്യത്യാസം വന്നു. വ്യത്യാസം വന്ന സ്ഥിതിയിൽ പോലും നമുക്ക് ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ തോന്നുന്ന നിലയിലുള്ള സാഹചര്യങ്ങളും ഇതുമൊക്കെയാണ്. ഒരിടത്ത് ചെന്നപ്പോൾ ഒരു സഹോദരിയുടെ വീടാണ്. പുള്ളിയുടെ ഭർത്താവ് ഒരു വാർഡ് മെമ്പറാണ്. പുള്ളി രക്ഷിക്കപ്പെട്ടിട്ടില്ല. പിള്ളേരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാഞ്ഞും മറിഞ്ഞും നടക്കുന്നു. അവിടെ ചെളിവെള്ളം ഒരു വശത്ത് കിടക്കുന്നു, അപ്പുറത്ത് ഇത് കിടക്കുന്നു. അവർ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു തന്നു കുടിക്കാനായിട്ട്. നമുക്ക് ഇവിടുത്തെ പരിസ്ഥിതിയിൽ കുടിക്കാനായിട്ട് തോന്നുകയില്ല. പക്ഷേ ദൈവം വലിയ കൃപ നൽകുന്നവനാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ സ്വോത്രം പറഞ്ഞ് കഴിക്കുക. അപ്പോൾ അസുഖം വരുമോന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ അത് കഴിക്കുന്ന വിഷയമേ ഇല്ല. എന്നാൽ അവിടെ ഞാൻ ഈ 6 സ്ഥലത്ത് പോയിട്ട് എല്ലാം കഴിച്ചു, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ജീവിക്കുന്നവനായൊരു ദൈവം നമ്മെ നയിക്കുമ്പോൾ, നടത്തുമ്പോൾ അതിന് വലിയ സാധ്യതകളുണ്ട്. ശരി, അപ്പോൾ ഈ കർത്താവ് അവൻ ജഡം ധരിച്ച് ഈ ഭൂമിയിൽ വന്നു. അവനെ സംബന്ധിച്ച് പറയുമ്പോൾ എബ്രായ ലേഖനത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. നമ്മെ അവൻ രക്ഷിക്കുവാൻ പ്രാപ്തനായി തീരേണ്ടതിന് അവന് കഷ്ടാനുഭവം, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്നാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അകത്ത് പറയുന്നത്. നമ്മെ പ്രതി കർത്താവ് കഷ്ടം സഹിക്കുവാൻ, നിന്നയേൽക്കുവാൻ, പരിഹാസമേൽക്കുവാൻ, മുഖത്തെ തുപ്പലേൽക്കുവാൻ തയ്യാറുള്ളവനായി തീർന്നു. അവൻ തന്നെത്താൻ താഴ്ത്തി എന്നുള്ളതാണ്. പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ താൻ കഴിവുള്ളവനായി തീരേണ്ടതിനായിട്ട് നമുക്ക് തുല്യനായി സകല വിധത്തിലും, പാപമൊഴികിയ സകലത്തിലും അവൻ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികിയ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത് എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അതുപോലെ അവൻ പിശാചിനെ തോൽപ്പിച്ചു. തൻ്റെ പരീക്ഷകളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ, മാറ്റമില്ലാത്ത വചനത്തിൻ്റെ വാളിനാൽ അവൻ എതിരിട്ടുകൊണ്ട് പിശാചിനെ തോൽപ്പിച്ച് ജയാളിയായവനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് നൽകുന്ന പരീക്ഷകളെ സംബന്ധിച്ച് ദൈവവചനം നമുക്ക് നൽകുന്ന ഉറപ്പ്, മനുഷ്യർക്ക് നേരിട്ടിട്ടില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് ഭവിക്കുന്നില്ല. പരീക്ഷ നേരിടുമ്പോൾ അവയെ ജയിക്കുവാനായിട്ട്, അതിൽ നിങ്ങൾ മടുത്തു പോകാതിരിക്കേണ്ടതിനായിട്ട് നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിനും മീതെ പരീക്ഷ സഹിപ്പാൻ സമ്മതിക്കാതെ പരീക്ഷകളോടുകൂടെ പോക്കുവഴി ഒരുക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളതാണ്. അവൻ മരണത്തെ ജയിച്ചുകൊണ്ട് 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് തന്നിൽ ആശ്രയിച്ച് തൻ്റെ മക്കളായി തീരുന്നവർക്ക് മരണത്തെ വെല്ലുവിളിക്കുവാനുള്ള ജയഭേരി മുഴക്കുവാൻ കഴിയുന്ന വിധത്തിൽ മരണത്തെ തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിക്കുന്ന ആ വലിയ ധൈര്യവും ജയവും കർത്താവ് നമുക്ക് നേടിത്തന്നിരിക്കുക. യെശയ്യാ പ്രവാചകനെ മുൻകണ്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ സിയോനിലേക്ക് മടങ്ങി വന്നു, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം അവരുടെ തലമേലുണ്ടായിരുന്നു എന്നാണ്. ഇങ്ങനെ ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തുവാനായിട്ട് കഴിയുന്ന ഒരേ ഒരു വ്യക്തി, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ നമ്മെ നിത്യസ്നേഹത്താൽ സ്നേഹിച്ചു. നമുക്ക് വേണ്ടി, നാം പാപികളായിരിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെത്താൻ ഒഴിച്ചു. മാത്രമല്ല, താൻ ദൈവപുത്രനാണെന്ന് തൻ്റെ പ്രവൃത്തികളാൽ മുടന്തരെ നടത്തിക്കൊണ്ട്, കുരുടർക്ക് കാഴ്ച കൊടുത്തുകൊണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് താൻ തെളിയിച്ചു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വവും ലോകത്തിൻ്റെ ചരിത്രത്തിലില്ല. ഈ കർത്താവ്
മാത്രമാണ് ഏകരക്ഷകൻ. യെശയ്യാ പ്രവാചകനെ മുൻകൊണ്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്ന് പറയുമ്പോൾ പത്രോസ് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ സത്യസുവിശേഷമല്ലാതെ മറ്റൊന്ന് മനുഷ്യരെ രക്ഷിക്കുവാൻ, അവരെ ഈ നരക ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് സുവിശേഷത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ആ പ്രാധാന്യം, അതിൻ്റെ നെസസിറ്റി, അത് എത്രമാത്രം അത്യാവശ്യമായിരിക്കുന്നു എന്ന് നാം അറിയേണ്ടത്. ഭാരതം മുഴുവൻ ഭയങ്കര ഇതാകണം. 47 പിന്നെ നമ്മുടെ ഇന്ത്യ വികസിത രാജ്യമാകാൻ പോകുമെന്നാണ് പറഞ്ഞത്. ഞാനവിടെ പോയി. പക്ഷെ ചില ഗുണങ്ങളുണ്ട് കേട്ടോ, ഇങ്ങനെ റോഡൊക്കെ ഉണ്ടാകുന്നതിന്. ഇപ്പം ഞങ്ങൾ പോയപ്പോൾ കണ്ടത്, അവിടെ ഒരു ഹൈവേ വരുന്നുണ്ട്. നേപ്പാളിൻ്റെ ബോർഡർ വരെ ഉള്ള ഒരു വലിയ ഹൈവേ വരികയാണ്. ആ ഹൈവേയുടെ ദൈവത്തിൻ്റെ ഒരേ പരിപാടി എന്ന് പറഞ്ഞാൽ, ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോയപ്പോൾ കണ്ടു, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ഹൈവേ കൂടെ പോയാൽ അതിൽ നിന്ന് ഒരു ചെറുതായിട്ടിങ്ങനെ മാറി വെച്ചാൽ മതി. നമ്മുടെ സഭകൾ 6-7 ഈ ഹൈവേയുടെ സൈഡിൽ കൂടെയാണ്. അപ്പം പണ്ട് അതിൽ പോകണമെങ്കിൽ എൻ്റെ അമ്മ, ഞാൻ ഊടുവഴിക്കൂടെ പോയിട്ട് നടുവൊടിഞ്ഞു പോകുന്ന റോഡാണ്. ഇപ്പോൾ ഫട്ടാഫട്ട് 3 മണിക്കൂറും കൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. പോയത് 4 ദിവസം എടുത്താണ്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം തൻ്റെ പരിപാടികളെ തികച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതിൻ്റെ അർജൻസിയെക്കുറിച്ചാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. The urgency of preaching gospel. ഒന്നാമത് നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ കാണുന്നത്, യോഹന്നാൻ 4:35. ആരെങ്കിലും കിട്ടിയവരെടുത്ത് വായിച്ചാൽ സന്തോഷം. കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നത് കാണും. ഞാനിങ്ങനെ അതിൽ പോകുമ്പോൾ കണ്ട ഒരു കാഴ്ച, ഈ കോതമ്പല്ല, ചോളം ആയിരുന്നു. ചോളം മുഴുവൻ ഇങ്ങനെ വിളഞ്ഞ് പാകമായിട്ട് നിൽക്കുകയാണ്. ആൾക്കാരൊക്കെ അതിൻ്റെ അധ്വാനത്തിലാണ്. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഈ മാസം ജൂണിൽ അതിനേക്കാൾ ചൂടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ബൈസോരം പറഞ്ഞു, സൗര വലിയ ചൂടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും സൗര നിങ്ങളൊക്കെ ചൂടിലാണല്ലോ, അപ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഫീൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ചൂടെന്താന്ന്. ഞാൻ ഒരു സഭയിൽ ചെന്നപ്പോൾ എൻ്റെ ദൈവമേ, അത് ഷീറ്റാണ്. അതിൻ്റെ അടിയിൽ മുകളിലും ചൂടെന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ നിന്ന് വേർത്ത് കുളിച്ചിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. എങ്കിലും അവർ അവിടെ ഇരുന്ന് ദൈവവചനം ശ്രദ്ധിക്കുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള കാഴ്ച, അത് നമ്മെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ശീതീകരിച്ച മുറിയിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പാടെ മടുപ്പും പ്രയാസവും ഉറക്കമൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ദൈവം, ഈ പാവപ്പെട്ട മനുഷ്യരെ ദൈവവചനത്തെ എത്ര ഗൗരവമായിട്ടാണ് കാണുന്നതെന്ന് ചിന്തിക്കാനിടയായി. അപ്പം നമ്മൾ തലപൊക്കി നോക്കി, ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ ആൾക്കാരെല്ലാം അത് വളരെ ശ്രദ്ധാപൂർവം പെട്ടെന്ന് ഇത്, ചില സൗരന്മാർക്ക് വരാൻ കഴിഞ്ഞില്ല, അവരുടെ ഇത് കണ്ടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് ഉണക്കി ഒരു തരത്തിൽ പോയി കഴിഞ്ഞാൽ 18 രൂപയാണ് കിട്ടുന്നത് കിലോയ്ക്ക്. അപ്പോൾ ഞാൻ വീട്ടിൽ ഒരു 100 ഗ്രാം ഈ കോൺഫ്ലവർ മേടിച്ചിട്ട് 34 രൂപ എന്ന് പറയുമ്പോൾ എത്രയായി? 340 രൂപയാണ് 1 കിലോയ്ക്ക്. ഈ പാവപ്പെട്ടി വെയിൽ കൊണ്ട് ഇത് മുഴുവൻ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന മനുഷ്യർക്ക് 18 രൂപ കിട്ടും. എങ്ങനെയുണ്ട്? നമ്മുടെ രാജ്യം വികസിച്ചങ്ങ് പോവുകയാണ്. അവരിപ്പോഴും അത് തന്നെ, ആ കുടിലിൽ തന്നെ ജീവിക്കാനൊരു മാർഗം ഇല്ലാതിരിക്കുന്നു. പിള്ളേരെ പഠിപ്പിക്കാൻ വിടുന്നില്ല, പിള്ളേർ പഠിക്കുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നി, അവിടുത്തെ
പിള്ളേരോടൊക്കെ ചോദിച്ചാൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ഞാൻ 12ാം ക്ലാസ് പഠിക്കുകയാണ്, 8ാം ക്ലാസ് പഠിക്കുന്നു, ഒരെണ്ണം ക്ലാസ്സിൽ പോകുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പരിപാടി? അപ്പോൾ ക്ലാസ്സിൽ പോകാതെ എങ്ങനെയാണ്? ക്ലാസ്സിൽ പോയിട്ടും കാര്യമില്ല. സാറന്മാർ വന്ന് വട്ടം കൂടിയിരുന്ന് തമ്പാക്കൊക്കെ അടിച്ച് മുറുക്കി വർത്താനമൊക്കെ പറഞ്ഞ് വെടിയൊക്കെ പറഞ്ഞിരിക്കുന്നു. അവർ മാസം മാസം ശമ്പളം മേടിക്കുന്നു. പിള്ളേർക്കൊന്നും അറിഞ്ഞുകൂടാ. അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാവുന്നത് ABCD ആണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് പുസ്തകം എടുത്തു കൊടുത്താൽ പരീക്ഷയ്ക്ക് അവർക്ക് എഴുതാൻ അറിയാൻ പാടില്ല. എല്ലാത്തിനെയും ജയിപ്പിച്ചു വിടും. എന്നാൽ നമ്മുടെ പിള്ളേരൊക്കെ നല്ല ഉഷാറായിട്ട് ഇംഗ്ലീഷ് പറയുന്നു, നല്ല ഇത് ചെയ്യുന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ വെളിച്ചം കടന്നു ചെല്ലുമ്പോൾ എന്തുമാത്രം വ്യത്യാസമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ ലവ്ലി ആൻറ്റിക്കൊക്കെ ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി പോകണമെന്നേ. ഇപ്പം നമ്മൾ പോകുന്നത് പിന്നെ എന്നാ കല്ലേലിമേട് പോകുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ എന്നാ മരുത്തുവാമലയോ പിന്നെന്തുവാ ഏതാണ്ടൊക്കെ സൂത്രങ്ങളാണ് പോകുന്നതിനെക്കുറിച്ച്. നിങ്ങൾ ബീഹാറിൽ നല്ല സ്ഥലങ്ങളുണ്ടെന്നേ, അങ്ങോട്ട് പോവുക. ഇതുപോലെയൊക്കെയാണ് മണ്ണ് കൊണ്ടുള്ള ഇത് തറ മുഴുവൻ ഇങ്ങനെ ഒരു ലെവലില്ലാണ്ടാണ് കിടക്കുന്നത്. നമുക്കവിടെ കിടക്കണമെങ്കിൽ വലിയ പണിയാണ്. പക്ഷേ വിശ്വാസികളായി തീരുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു, അവരുടെ കള്ളുകൂടി നിൽക്കുന്നു, അവർക്ക് വ്യത്യാസം വരുന്നു, അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, അവർ സമ്പാദിക്കാൻ പഠിക്കുന്നു, അവർ ചെറിയ ചെറിയ വീടുകൾ മെച്ചപ്പെടുത്തുന്നു, അത് പരിഷ്കരിച്ചു വരുന്നു. എത്ര അത്ഭുതകരമാണ്. ഒരു മനുഷ്യനെ ഞാൻ കണ്ടു, അയാളൊരു ചെറ്റക്കുടിലിൽ താമസിച്ചിരുന്ന മനുഷ്യനാണ്. ഈ സഹോദരൻ ചെന്നു, അയാൾ രക്ഷിക്കപ്പെട്ടു, മുന്നോട്ട് വന്നു. എന്നിട്ട് പുള്ളി ഒരു ചെറിയ പരിപാടികൾ തുടങ്ങി, കൃഷികൾ മെച്ചപ്പെട്ടു, പുള്ളി ഒരു ബിസിനസ് ആരംഭിച്ചു. ആ മനുഷ്യനിപ്പോൾ അവിടെ ഒരു നല്ല സ്ഥിതിയിലാണ്. പുള്ളി വീടും അതും ഇതുമൊക്കെ പണിയാനും മതിൽ പണിയാനും ഒക്കെയുള്ള ചെറിയ കോൺക്രീറ്റ് കോളംസ് ഉണ്ടാക്കി വിൽക്കുന്ന ബിസിനസ്സാണ്. അത് വളരെ വിപുലമായിട്ട് നടത്തുന്നു. ദൈവം തൻ്റെ സ്ഥിതികൾക്കൊക്കെ വലിയ വ്യത്യാസം വരുത്തി. അങ്ങനെ ദൈവം തന്നെ നടത്തുന്നത് കാണുന്ന അറിയുന്ന മനുഷ്യൻ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാനും പ്രവർത്തിക്കാനും മനസ്സുള്ളവനായിട്ടാണ് നിൽക്കുന്നത്. ആ മനുഷ്യൻ തൻ്റെ വീടിൻ്റെ പുറകുവശത്ത് ഉള്ള സ്ഥലത്ത് ഒരു ഹോള് വിപുലമായിട്ട് പണിത് സംഗതി, അവിടെയാണ് ആരാധന നടക്കുന്നത്. തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു 3 പെൺകുട്ടികളും ഒരു ആൺകൊച്ചുമുള്ളത്. ആ കൊച്ചനൊക്കെ എന്ത് ഉത്സാഹത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അത്ഭുതത്തോടെ കാണാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷം മനുഷ്യരിൽ വരുത്തുന്ന വ്യതിയാനത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ നമുക്കതുണ്ടാകാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയോ തലമുറകളായിട്ട് സുവിശേഷം കേട്ടവരാണ്. ദൈവം നമ്മുടെയൊക്കെ കാരണവന്മാർക്കൊക്കെ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്തിയ ഒരു അനുഭവ തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവകൃപയുടെ മധ്യത്തിൽ നാം വസിക്കുന്നതുകൊണ്ട് നമ്മൾ നന്ദിയില്ലാത്തവരായി തീർന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ തലപൊക്കി നോക്കിയാൽ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്ന വയലുകളെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ എന്തു ചെയ്യണം? വയൽ കാണണമെങ്കിൽ ഹലോ, ഞാനൊരു വാദ്യാരായതുകൊണ്ടാണ് ഇങ്ങനെ മുന്നിൽ ആൾക്കാരെ കാണുമ്പോൾ ചോദ്യം ചോദിക്കാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഉത്തരം പറയാം, അതിന് കുഴപ്പമില്ല. സൗരം പറയണ്ട. എന്തോ ചെയ്യണം? നമ്മൾ വയലുകൾ, വിളഞ്ഞു കിടക്കുന്ന വയലുകളെ കാണണമെങ്കിൽ തലവൊക്കി നോക്കണമെന്നേ. ആ സിമ്പിൾ ആസ് ദാറ്റ്. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ കർത്താവ് എന്താ അവിടെ ഉദ്ദേശിച്ചേ? ഹലോ, we are so brooding on our own matters, we are so preoccupied with our own matters that we have no time to lift up our heads and see what is happening around. നമ്മുടെ ജീവൽ പ്രശ്നങ്ങളിൽ തന്നെ നമ്മൾ ബാധിക്കപ്പെട്ട് നമ്മൾ അതിൽ മുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കാണാനോ കേൾക്കാനോ അതിനെ ചിന്തിക്കാനോ ഒന്നും നമുക്ക് സമയമില്ലാതായി തീർന്നിരിക്കുകയാണ്. എന്നാൽ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്ന വയലേലകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേക പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ നേരിടുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച അല്ലേ റോയ് സോര
ഒരു ദിവസം റോയ് സോറിൻ എന്നെ വിളിച്ചു. ആലുവയിലെ ഒരു സ്ഥലത്ത് നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. അവിടെ ഒരു പുള്ളിയുടെ കൂടെയുള്ള ഒരു വക്കീലിൻ്റെ ഭാര്യ പറഞ്ഞു, സാറേ ഞാൻ ആത്മഹത്യയുടെ വക്കീലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഓയ്യോ, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്തോ ചെയ്യും എന്ന് വിചാരിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു. അപ്പോൾ അവിടുത്തെ പുള്ളിയൊന്ന് വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ അത്ര സന്തോഷത്തോടെ അല്ല നിൽക്കുന്നതെന്ന് മനസ്സിലായി. എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്ര വലിയൊരു സുവിശേഷം ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ട് അത് ആവശ്യമായിരിക്കുന്ന അനേക മനുഷ്യ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ മനസ്സില്ലാത്തവരായി നാം നമ്മുടേതായിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ we are brooding over that we cannot see the fields whitened to harvest. So there is an urgent need. ഞങ്ങളെ അതിന് പ്രോംപ്റ്റ് ചെയ്ത ആ സ്ത്രീ പറഞ്ഞ കാര്യമാണ്, ആത്മഹത്യാ വക്കീലാണ്. ചിലപ്പോൾ ഒരു വാക്ക് നമ്മൾ പറയുന്നതായിരിക്കും മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നത്. വി ഹാവ് എ ഗ്രേറ്റ് ഗോഡ്. നമുക്ക് എല്ലാ കാര്യത്തിനും സൊല്യൂഷനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഇടപെട്ടല്ലാതെ അവരുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്താനായിട്ട് കഴിയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, വി ഹാവ് എ ഗ്രേറ്റ് ഗോഡ്. അത് നിങ്ങൾ പോയി കണ്ടാലേ പറ്റുള്ളൂ. പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇപ്പോൾ സമയം തീർന്നു. എൻ്റെ ഒരു വിചാരം പ്ലീസ്, നിങ്ങൾ എനിക്കൊന്നും പ്രസംഗിക്കാൻ അവസരം തരണ്ട. ഇതുപോലുള്ള മിഷണറിമാർ വരുമ്പോൾ ഒരു വാക്ക് പറയാനുള്ളൊരു അവസരം കൊടുത്താൽ സഭ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ ജീവിതത്തിൽ എന്താണ് ദൈവം ചെയ്യുന്നതെന്നുള്ള അറിയാനായിട്ട് നിങ്ങൾ പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു കഴിഞ്ഞാൽ പൗലോസും ശീലാസും ഒക്കെ പോയി കറങ്ങി തിരിച്ചു വരുമ്പോൾ അവിടെ വന്നു കഴിയുമ്പോൾ അവരെ ദൈവം നടത്തിയതിനെ കുറിച്ചൊക്കെ അവർ സഭ കൂടി വന്ന് അവർ കേട്ടു, ദൈവത്തെ സ്തുതിച്ചു, മഹത്വപ്പെടുത്തി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ദൈവമക്കൾ വേലക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും അവർക്ക് പ്രസംഗിക്കാനായിട്ടൊരു അവസരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സഭ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളോടൊക്കെ, മൂപ്പനോടും മറ്റുള്ള മിഷണറി ആയിട്ടുള്ള സഹോദരനോടൊക്കെ എനിക്ക് പറയാനുള്ളതാണ്. So the field is whitened to harvest. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യം. കർത്താവ് അവരെ ഇടയനില്ലാത്തവരെ പോലെ, ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരുമായിട്ട് കണ്ട് മനസ്സലിഞ്ഞു. എന്നിട്ട് എന്തോ പറഞ്ഞു? കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. The harvest is plentiful. കൊയ്ത്ത് ഒരുപാടുണ്ട്, പക്ഷേ വേലക്കാര് വളരെ വളരെ ചുരുക്കമാണ്. ഇതൊരു റിയാലിറ്റിയാണ് പ്രിയപ്പെട്ടവരെ. So there is a urgent need for more laborers coming into the field. അനേക വേലക്കാരെ എഴുന്നേൽക്കുവാൻ ആവശ്യമുണ്ട്. അതിന് കർത്താവ് എന്താ പറഞ്ഞേ? കൊയ്ത്തിന്റെ
യജമാനോട് വേലക്കാരെ അയക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിപ്പിൻ. ഹൗ മച്ച് ഡെലിജന്റ്ലി വി പ്രേ ഫോർ ദ മിനിസ്റ്റേഴ്സ്. ഈ നോർത്ത് ഇന്ത്യൻ വയലേലകളിൽ അനേക വേലക്കാർ എഴുന്നേൽക്കേണ്ടതിന്, അനേകർ പോകേണ്ടതിന് നമ്മൾ എത്രമാത്രം ഡെലിജൻ്റായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പ്രാർത്ഥനാ സമയം വരുമ്പോഴത്തേക്കും ശ്ലോകത്തിൽ കഴിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. എൻ്റെ പ്രസംഗം നീണ്ടു കഴിയുമ്പോൾ പിന്നെ അത് മറ്റതിലേക്ക് എൻക്രോച്ച് ചെയ്ത് പ്രാർത്ഥനയിൽ വരുമ്പോൾ ശ്ലോകത്തിലാവും. അതിനെ റോയ് സഹോദരൻ തന്നെ പ്രാർത്ഥനാ വിഷയം പറയുകയും പുള്ളി തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്ത് അവസാനിപ്പിക്കും. ഹൗ മച്ച് ഡെലിജന്റ് വി ആർ. പൗലോസ് പറയുമ്പോൾ പറയുന്നത്, ഞാൻ സ്ഥാനാപതിയായി ചങ്ങല ധരിച്ച് പറയുന്ന സുവിശേഷത്തിന് ഞാൻ വേണ്ടി അതിന് അധ്വാനിക്കാൻ അതിനുവേണ്ടി വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിനും ഞാൻ അതിൽ വേണ്ടും വണ്ണം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. അപ്പൊ അപ്പോസ്തലനായ പൗലോസിന് വചനം സംസാരിക്കാൻ, അത് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ പ്രാർത്ഥന ആവശ്യമായിരുന്നുവെങ്കിൽ how much more it is needed for each one of us. So കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, നൈറ്റ് ഈസ് കമ്മിങ് വെൻ നോ വൺ ക്യാൻ വർക്ക്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു എന്നാണ്. ഇന്ത്യയിൽ അനേക സംസ്ഥാനങ്ങൾ അതിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബീഹാർ ഓപ്പണാണ്. പീപ്പിൾ ക്യാൻ വർക്ക്. നമുക്കൊക്കെ പോകാനായിട്ട് കഴിയും, അയക്കാൻ കഴിയും, കൈത്താങ്ങൽ കൊടുക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയതാണ്. ആളുകൾ ഇന്ന് കാണുന്നവർ നാളെ ഇല്ല. അതുകൊണ്ട് സുവിശേഷം പറയുവാൻ ഒരു അർജൻസി ഉണ്ട്. നമ്മുടെ തോമസ് ആൻ്റണി സഹോദരൻ 1-2 പുള്ളിയുടെ സ്നേഹിതന്മാരെ കാണാൻ പോകണം എന്ന് എന്നോട് കഴിഞ്ഞ 1 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ചിലരെ മാത്രമേ കാണാൻ പോകാൻ പറ്റിയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ മരിച്ചുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ട വലിയ ആവശ്യമുണ്ട്. ദൈവം നമ്മെ ദേശത്തിൻ്റെ കാവൽക്കാരായിട്ട് വെച്ചിരിക്കുമ്പോൾ നാം ആ ഉത്തരവാദിത്വം നിവർത്തിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മളോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. സോ ദർ ഇസ് ആൻ അർജൻസി ഫോർ ഷെയറിംഗ് ഗോസ്പൽ. അന്ത്യകാലം വന്നെത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിനെ സ്പീഡപ്പ് ചെയ്യുവാനായിട്ട് 2 പത്രോസിൽ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഇവയൊക്കെയും ചുട്ടഴിവാനുള്ളതായിരിക്കാൽ മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുവാനും ഭൂമിയും അതിലുള്ള പണികളൊക്കെയും വെന്തുരുകുവാനുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം എന്നാണ് അവിടെ പത്രോസ് ചോദിക്കുന്നത്. ടു സ്പീഡപ്പ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നത്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ജാതികൾക്ക് സാക്ഷ്യത്തിനായി മുമ്പേ പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. When the gospel is preached to all people, the end comes. അങ്ങനെ കർത്താവിൻ്റെ വരവിനെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായിരിക്കുന്നത്. സോ ഈ ഇത്ര വലിയ സുവിശേഷമാണ് ലോകത്തിന് വ്യത്യാസം വരുത്തുവാൻ കഴിയുന്നത്. ആ സുവിശേഷത്താലാണ് മനുഷ്യർക്ക് രൂപാന്തരത്വം വരുന്നത് എന്നുള്ളതുകൊണ്ട് അത് പ്രസംഗിക്കുവാനും അറിയിക്കുവാനും നമുക്ക് സാവകാശങ്ങൾ കുറഞ്ഞു വരുന്നു, സാഹചര്യങ്ങൾ പ്രതികൂലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ സുവിശേഷം വളരെ ആവലോടെ വേഗത്തിൽ പറയുവാൻ ആവശ്യമുണ്ട്. ദർ ഇസ് ആൻ അർജൻസി ഫോർ പ്രീച്ചിങ് ഗോസ്പൽ. ദൈവമായ കർത്താവ് നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.